ഹരി ഓം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മഹാദേവന്റെ അതിസുന്ദരവും അതിഗംഭീരവുമായ ഒരു ലീലയെക്കുറിച്ചാണ്. ത്രിപുര ദഹനം. ഇത് ഒരു വൈദികമായ കഥയാണ്. കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരീയ സംഹിതയിൽ ഈ കഥ വരുന്നുണ്ട്. അവിടെ വളരെ ചുരുക്കി പറയുന്ന ഈ കഥ പിന്നീട് പുരാണങ്ങൾ വളരെ രസകരമായി തന്നെ വിസ്തരിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. ഈ കഥയെക്കുറിച്ച് നമുക്ക് ചെറുതായി ഒന്ന് ഇന്ന് വിചിന്തനം ചെയ്യാം. ഇതിൻ്റെ ആദ്യ ഭാഗം വാസ്തവത്തിൽ താരകാസുര വധമാണ്. താരകാസുരനെ കുറിച്ച് ഇതിനു മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടി തുടക്കത്തിൽ ചുരുക്കമായി ഒന്ന് ആ കഥ പറയാം. താരകാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്യുന്നു. അദ്ദേഹത്തിൽ നിന്നും ഒരു വരം വാങ്ങുന്നു. ശിവപുത്രൻ മാത്രമേ തന്നെ വധിക്കൂവെന്ന്. ശിവന് പുത്രൻ ജനിക്കില്ല എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം അഹങ്കരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. താൻ അമരനായി ഭവിച്ചുവെന്ന് തെറ്റിദ്ധരിക്കുന്നു. ദേവന്മാരെ എല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് ദേവന്മാര് കാമദേവനെ ശിവന്റെ അടുത്തേക്ക് അയക്കുന്നു. കാമദേവൻ ശിവന്റെ നേർക്ക് തന്റെ അസ്ത്രം പ്രയോഗിക്കുന്നു. ശിവൻ കാമദേവനെ ഭസ്മമാക്കുന്നു. അനങ്കനായി ഭവിക്കുന്നു അദ്ദേഹം. അതായത് ദേഹമില്ലാത്തവനായി അദ്ദേഹം വസിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കുറെ കാലം വസിക്കണമെന്ന് ശിവൻ ഉപദേശിക്കുന്നു. ക്രമേണ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകനായ പ്രദ്യുമ്നൻ എന്ന ഭാവത്തിൽ നിനക്ക് ദേഹം ലഭിക്കുമെന്നും അതുവരെ നീ അനങ്കനായി തുടരണമെന്നും കാമദേവനോട് പറയുന്നു. പിന്നീട് ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് പാർവതിയെ ശിവൻ വിവാഹം കഴിക്കുന്നു. കുറച്ചു കാലം കഴിയുന്നു. ദേവന്മാർ വന്ന് തങ്ങൾക്കൊരു പുത്രനെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ശിവൻ 6 ജ്യോതിസ്സുകൾ പുറപ്പെടുവിക്കുന്നു. ആ 6 ജ്യോതിസ്സുകളെ ആദ്യം വായു ഭഗവാൻ സ്വീകരിക്കുന്നു. പിന്നീട് അഗ്നിക്ക് കൊടുക്കുന്നു. അഗ്നി അത് ഗംഗയിൽ നിക്ഷേപിക്കുന്നു. ഗംഗാദേവി അത് ശരവണ പൊയ്കയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. അവിടെ അത് 6 കുട്ടികളായി ഭവിക്കുന്നു. ആ 6 കുട്ടികളെയും എടുത്ത് അതിന് ഭക്ഷണം നൽകുന്നത് കൃത്തികകളാണ്. അതിനുശേഷം ആ കുട്ടികളെ കൊണ്ടുവന്ന് പാർവതിക്ക് കൊടുക്കുന്നു. പാർവതി ആ കുട്ടികളെ ആലിംഗനം ചെയ്യുന്ന സമയത്ത് അവർ 6 മുഖങ്ങളുള്ള ഒറ്റ കുട്ടിയായി ഭവിക്കുന്നു. ക്രമേണ ആ കുട്ടിയെ ശിവന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തുന്നു. ശിവന്റെ ദൃഷ്ടി പതിഞ്ഞതോടുകൂടി 6 മുഖങ്ങളും ഒന്നായി ഭവിക്കുന്നു. ശിവൻ അവന് കുമാരൻ എന്നും സ്കന്ദൻ എന്നും കാർത്തികേയൻ എന്നും ഷൺമുഖൻ എന്നും പേര് നൽകുന്നു. ഇങ്ങനെ പല പേരുകൾ സ്വീകരിച്ചുകൊണ്ട് ദേവസൈന്യത്തിന് നായകനായി അവനെ അഭിഷേകം ചെയ്യുന്നു. ഒരുപാട് ദിവ്യ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും കവചങ്ങളും ഒക്കെ ഓരോ ദേവന്മാരും അവന് നൽകുന്നു. അങ്ങനെ ആ കുമാരൻ, ആ സ്കന്ദൻ താരകാസുരനോട് യുദ്ധം ചെയ്യുന്നു. താരകാസുരനെ വധിക്കുന്നു. ഇതാണ് താരകാസുര വധകഥ. സുബ്രഹ്മണ്യ സ്വാമിയുടെ കഥയാണ്. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പാർവതി ദേവി ഒരിക്കൽ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് സുഗന്ധദ്രവ്യങ്ങൾ തൻ്റെ ദേഹത്ത് പുരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഉള്ളിൽ ഒരു വിചാരമുണ്ടായി. ശിവൻ തന്നിൽ നിന്നും തൻ്റെ അംശത്തിൽ നിന്നും ഒരു മകനെ ജനിപ്പിച്ച പോലെ തനിക്കും ഒരു മകൻ വേണം എന്ന വിചാരം പാർവതി ദേവിക്കുണ്ടായി. അപ്പോൾ ആ ദേഹത്ത് പുരട്ടിക്കൊണ്ടിരിക്കുന്ന ആ സുഗന്ധദ്രവ്യത്തിൽ നിന്നും പാർവതി ഒരു രൂപമുണ്ടാക്കി അതിന് ജീവൻ കൊടുത്തു. അരുണവർണ്ണത്തിലുള്ള ആ ബാലകൻ പാർവതി ദേവിയെ നോക്കി നമിച്ചു. നല്ല ശരീരമാണ്, നല്ല ബലമുണ്ട്. അപ്പോൾ അവനൊരു ദണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മകനെ, നീ എൻ്റെ പുത്രനാണ്. എൻ്റെ സ്നാനം കഴിഞ്ഞ് ഞാൻ പുറത്തു വരുന്നത് വരെയും നീ കവാടത്തിൽ ചെന്ന് കാവൽ നിൽക്കണം. ആരെയും അകത്തേക്ക് കടത്തിവിടരുത്. ഒരു കാരണവശാലും ആരെയും അകത്തേക്ക് കടത്തിവിടരുത്. അപ്പോൾ ആ കുട്ടി അമ്മയുടെ ആജ്ഞ പോലെ എന്ന് പറഞ്ഞ് ആ ദണ്ടും പിടിച്ചുകൊണ്ട് ആ സ്നാനഗൃഹത്തിൻ്റെ പുറത്ത് വാതിലിൽ അവിടെ ചെന്ന് നിന്നു. ആ സമയത്ത് ശിവൻ പരിവാരങ്ങളോട് കൂടി, അതായത് ഭൂതഗണങ്ങളോട് കൂടി അങ്ങോട്ട് വരുന്നു. ഈ കുട്ടി ശിവനെ തടയുന്നു. അപ്പോൾ ഭൂതഗണങ്ങൾ ഈ കുട്ടിയെ വാക്കുകൊണ്ട് മയക്കാൻ നോക്കുന്നു. നമ്മളൊക്കെ ഒരേ ആൾക്കാരാണ്, നമ്മൾ പരസ്പരം പൊരുതാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സോപ്പിടാൻ നോക്കുന്നു. പക്ഷെ കുട്ടി വഴങ്ങുന്നില്ല. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആരെയും അകത്തേക്ക് കടത്താൻ പാടില്ല എന്ന്, അതുകൊണ്ട് ആരും അകത്തേക്ക് പോകില്ല എന്ന് പറയുന്നു. ഭൂതഗണങ്ങൾ പിന്നീട് ഈ കുട്ടിയുമായി യുദ്ധം ചെയ്യുന്നു. വളരെ സമർത്ഥമായ രീതിയിൽ തിരിച്ച് യുദ്ധം ചെയ്ത് അവരെ എല്ലാം പ്രഹരിച്ച് അവരെ എല്ലാം അവശരാക്കുന്നു. അങ്ങനെ യുദ്ധം ഗംഭീരമായ സമയത്ത് ശിവന് ദേഷ്യം വരുന്നു. ശിവൻ തൻ്റെ ത്രിശൂലം ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ശിരസ് ഛേദിക്കുന്നു. ജീവനറ്റ ദേഹം നിലത്ത് പതിക്കുന്ന ശബ്ദം കേട്ട് പാർവതി ദേവി പുറത്തേക്ക് വരുന്നു. തൻ്റെ മകൻ മരിച്ചു കിടക്കുന്നത് കണ്ട് പാർവതി ദേവിക്ക് വളരെ ദേഷ്യം വരുന്നു. ആ ദേഷ്യം വരുന്നത് കണ്ടപ്പോൾ ശിവന് മനസ്സിലായി, ശാന്തമാക്കിയില്ലെങ്കിൽ ഇത് ലോകത്തെ തന്നെ നശിപ്പിക്കും. അത്രയും രൗദ്രഭാവം അമ്മ സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മയെ ശാന്തമാക്കാൻ വേണ്ടി പറഞ്ഞു, പേടിക്കണ്ട, മകനെ ഞാൻ വീണ്ടും ജീവിപ്പിക്കാം. എന്നിട്ട് തൻ്റെ ഭൂതഗണങ്ങളോട് പറഞ്ഞു, വടക്ക് ദിക്കിലേക്ക് നടക്കാൻ. അവിടെ ആദ്യം കാണുന്ന ജീവി ഏതാണോ അതിൻ്റെ ശിരസിനെ കൊണ്ടുവരാൻ പറയും. അങ്ങനെ ഈ ഭൂതഗണങ്ങൾ വടക്കോട്ട് നടക്കും.
അവർ കുറേ ദൂരം നടന്നു കഴിയുമ്പോൾ അവർ ഒറ്റ കൊമ്പുള്ള ഒരു ആനയെ കാണും. അപ്പോൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ആനയുടെ ശിരസ് ഛേദിച്ചു കൊണ്ടുവന്ന് ശിവന് നൽകുന്നു. ശിവൻ ആ ശിരസ് ഈ കുട്ടിയിൽ വെച്ചുകൊണ്ട് അവനെ അനുഗ്രഹിക്കുന്നു. ശിവന്റെ അനുഗ്രഹം ലഭിച്ചതോടുകൂടി ആ കുട്ടി വീണ്ടും ജീവിക്കുന്നു. ആനയുടെ തലയോടുകൂടി പുനർജീവിച്ചതുകൊണ്ട് അവന് ഗജാനനൻ എന്ന പേര് കൊടുക്കുന്നു. തൻ്റെ ഗണത്തിൻ്റെ മുഴുവൻ നായകനായി അവനെ അഭിഷേകം ചെയ്ത് ഗണേശ്വരൻ, ഗണേശൻ എന്ന സ്ഥാനം ആ മകന് നൽകുന്നു. അവൻ എല്ലാ വിഘ്നങ്ങളിൽ നിന്നും ലോകത്തെ രക്ഷിക്കുന്നവനായി ഭവിക്കട്ടെ എന്ന് അവനെ അനുഗ്രഹിക്കുന്നു. ഒരുപാട് അത്ഭുത ലീലകൾ കാണിക്കുന്നവനാകട്ടെ എന്ന് പറഞ്ഞ് പാർവതി ദേവിയും അവനെ അനുഗ്രഹിക്കുന്നു. വിഘ്നേശ്വര പദവി ഭഗവാൻ പരമശിവൻ അവൻ അനുവദിച്ചു കൊടുക്കുന്നു. ലോകത്തിൽ ഏതൊരു ശുഭകാര്യം ആരംഭിക്കുമ്പോഴും ആദ്യം സ്മരിക്കേണ്ടത് നിന്നെ തന്നെയാണെന്ന് വിഘ്നേശ്വരന് അനുഗ്രഹം കൊടുക്കുന്നു. ഇങ്ങനെ തൻ്റെ മകനായിട്ട് ആ വിഘ്നേശ്വരനെയും ശിവൻ സ്വീകരിക്കുന്നു. കുറച്ചു കാലങ്ങൾ ഇങ്ങനെ പോകുന്നു. ആ സമയത്ത് പാർവതി ദേവിക്ക് ഇവരുടെ വിവാഹം നടത്തണമെന്ന വിചാരമായി. അതായത് കുമാരൻ സ്കന്ദനുമുണ്ട്, വിഘ്നേശ്വരൻ ഗണപതിയുമുണ്ട്. രണ്ടുപേർക്കും വിവാഹത്തിന് പ്രായമായി. അവർക്ക് വിവാഹം നടത്തണമെന്ന വിചാരം പാർവതിയുടെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ രണ്ടുപേർക്കും അതിൽ സന്തോഷമാണ്. ഞങ്ങൾ വിവാഹം കഴിക്കാമെന്ന് രണ്ടുപേരും പറയുന്നു. പക്ഷെ രണ്ടുപേർക്കും ആദ്യം വിവാഹം കഴിക്കണം. ഇങ്ങനെ ഒരു മത്സരം വന്ന സമയത്ത് പാർവതി ദേവി ശിവനോട് കാര്യം പറയുന്നു. ശിവൻ പറയുന്നു, നമുക്കൊരു മത്സരം വയ്ക്കാം. ആരതിൽ ആദ്യം ജയിക്കുന്നു അവരുടെ വിവാഹം ആദ്യം നടത്താം. രണ്ട് മക്കളും അത് സമ്മതിക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ ചുറ്റി വരാൻ പറയുന്നു. ആരാണോ ആദ്യം ലോകം ചുറ്റി തിരിച്ചെത്തുന്നത് അവൻ്റെ വിവാഹം ആദ്യം നടക്കും. സ്കന്ദൻ ഉടനെ തന്നെ അച്ഛനും അമ്മയും വണങ്ങിക്കൊണ്ട് ലോകം ചുറ്റാനായിട്ട് ഇറങ്ങി പുറപ്പെടും. ഗണപതി ഭഗവാൻ പക്ഷെ അനങ്ങില്ല. അദ്ദേഹം കുറച്ചു നേരം അങ്ങനെ ചിന്തിച്ചിട്ട് ശിവനെയും പാർവതിയെയും ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തി അവർക്ക് ചുറ്റും ഒരു 7 പ്രദക്ഷിണം വെച്ച് അവരുടെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചിട്ട് പറയും, ഇതാ ഞാൻ ജയിച്ചിരിക്കുന്നു, ഇനി എൻ്റെ വിവാഹം നടത്തുക. അപ്പൊ പാർവതി പറയും, ലോകം ചുറ്റാനല്ലേ നിന്നോട് പറഞ്ഞത്, നീ ഞങ്ങളെ ചുറ്റി വന്നിട്ട് എങ്ങനെയാണ് ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? അപ്പോൾ ഗണപതി ഭഗവാൻ പറയും, നിങ്ങൾ തന്നെയാണ് എൻ്റെ ലോകം, എൻ്റെ സർവസ്വവും നിങ്ങളാണ്, ഇത് ശാസ്ത്രവും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ ചുറ്റിയാൽ ഞാൻ ലോകത്തെ ചുറ്റിയിരിക്കുന്നു, ഒരു തവണയല്ല 7 തവണ ചുറ്റിയിരിക്കുന്നു, അതുകൊണ്ട് വേഗം തന്നെ എൻ്റെ വിവാഹം നടത്തുമെന്ന് ഗണപതി ഭഗവാൻ ശിവപാർവതിമാരോട് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി സാമർഥ്യം കണ്ട് സന്തോഷിച്ച ശിവൻ അദ്ദേഹത്തെ ജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. വിശ്വരൂപ പ്രജാപതിയുടെ 2 പെൺകുട്ടികൾ, 2 മക്കളുണ്ട്, സിദ്ധിയും ബുദ്ധിയും. അവരുമായി ഗണപതിയുടെ വിവാഹം നടത്തുന്നു. കുറച്ചു കാലം കഴിയുന്നു. ക്ഷേമൻ എന്നും ലാഭൻ എന്നും പേരുള്ള 2 മക്കൾ ഗണപതി ഭഗവാന് ജനിക്കുന്നു. ഈ സമയത്താണ് സുബ്രഹ്മണ്യ സ്വാമി തിരിച്ചെത്തുന്നത്. അദ്ദേഹം പാവം ലോകം മുഴുവൻ ചുറ്റി വളരെ ശ്രദ്ധയോടുകൂടി താൻ ജയിച്ചു എന്ന് കരുതി മടങ്ങി വരുമ്പോൾ കാണുന്നത് ഗണപതിയുടെ വിവാഹം കഴിഞ്ഞുവെന്നും അദ്ദേഹത്തിന് മക്കൾ ഉണ്ടായിരിക്കുന്നുവെന്നുമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് വളരെ ദേഷ്യം വരും. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇനി ഇങ്ങനെ ഒരു സ്ഥലത്ത് താൻ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈലാസത്തെ ഉപേക്ഷിച്ച് മറ്റൊരു പർവ്വതത്തിലേക്ക് സുബ്രഹ്മണ്യ സ്വാമി പോകും. ശിവനും പാർവതിയും അദ്ദേഹത്തിന്റെ പിന്നാലെ ചെല്ലും. അല്ലയോ മകനെ, പോകരുത് പോകരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട, വേണമെങ്കിൽ ദൂരെ നിന്ന് എന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പർവ്വതത്തിൽ കയറി വസിക്കുന്നു. അപ്പം ആ പർവ്വതത്തിന്റെ അടുത്ത് തന്നെ ശിവനും പാർവതിയും വന്ന് എല്ലാ 15 ദിവസം കൂടുമ്പോഴും അവിടെ വന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് ദർശിക്കും. അങ്ങനെ ദർശിച്ചിട്ട് മടങ്ങും. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് താരകാസുരന്റെ 3 മക്കളുണ്ട്. താരകാക്ഷൻ, വിദ്യുന്മാലി, കമലാക്ഷൻ. ഈ 3 പേരാണ് താരകാസുരന്റെ മക്കൾ. അപ്പൊ താരകാസുരന്റെ വധം കഴിഞ്ഞ സമയത്ത് ഇവര് തങ്ങൾക്ക് ഇനി അധികാരം വേണമെന്ന വിചാരത്തോടു കൂടി ബ്രഹ്മാവിനെ ഉപാസിക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഇവർ 3 പേരും ആദ്യം ഒരു ഡിസ്കഷനൊക്കെ നടത്തുന്നു. എന്താണ് ചെയ്യേണ്ടത്, ഭാവി പ്ലാൻ എന്തൊക്കെയാണ് എന്ന് ഡിസ്കഷൻ നടത്തുന്നു. അങ്ങനെ അവരൊരു ധാരണയിലെത്തി ബ്രഹ്മാവിനെ ഉപാസിച്ചുകൊണ്ട് ആദ്യം ശക്തി ആർജിക്കണമെന്ന് മനസ്സിലാക്കി 3 പേരും കൂടി മേരു പർവ്വതത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു ഗുഹയിലാണ് ആദ്യം കുറേ കാലം തപസ് ചെയ്യുന്നത്. വളരെ കഠിനമായ തപസ്സാണ്. 2 കൈയും പൊക്കി വെച്ചുകൊണ്ട് കുറേ ദിവസം നിൽക്കുന്നു. ഒറ്റക്കാലിൽ കുറേ ദിവസം നിൽക്കുന്നു. തലകുത്തി കുറേ ദിവസം നിൽക്കുന്നു. കഴുത്തുവരെ ജലത്തിൽ ഇറങ്ങി കുറേ ദിവസം നിൽക്കുന്നു. തണുപ്പ് സഹിച്ചുകൊണ്ട് നിൽക്കുന്നു. നല്ല പൊരി വെയിലത്ത് നിൽക്കുന്നു. ചില ദിവസം കുറച്ച് ഭക്ഷണം കഴിച്ചും ചില ദിവസം ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിച്ചും ജലം മാത്രം കഴിച്ചും ചിലപ്പോൾ ജലമില്ലാതെയും ഇങ്ങനെ പല രീതിയിൽ അവർ സ്വയം സഹിച്ചുകൊണ്ട് തപസ് അനുഷ്ഠിച്ചു പോന്നു. അങ്ങനെ ഒരുപാട് വർഷത്തെ തപസ് കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. ഉടനെ 3 പേരും ബ്രഹ്മദേവനെ വണങ്ങി. ബ്രഹ്മദേവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചോളൂ, ഞാൻ തരാം.
ഉടനെ തന്നെ മൂത്തവനായ താരകാക്ഷൻ പറഞ്ഞു, ഞങ്ങൾക്ക് അമരത്വം വേണം, ഞങ്ങൾ എല്ലാവരെയും കൊല്ലണം, പക്ഷെ ഞങ്ങളെ ആരും കൊല്ലാൻ പാടില്ല. ബ്രഹ്മദേവൻ തലയാട്ടി, അത് തരാൻ പറ്റില്ല. അമരത്വം, അതായത് നശിക്കാതിരിക്കുന്ന ഒരു പൊരുൾ മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ, ബാക്കി ആർക്കും അത് അനുവദനീയമല്ല. ജനിച്ചാൽ മരിക്കണം, നിങ്ങളൊക്കെ ജനിച്ചവരാണ്, അതുകൊണ്ട് നിങ്ങൾ മരിച്ചേ പറ്റൂ. അപ്പോൾ 3 സഹോദരന്മാർക്ക് ഈ കാര്യം അറിയാം. ബ്രഹ്മാവ് ഇത് ചോദിച്ചാൽ തരില്ല എന്നും അറിയാം. അതുകൊണ്ട് ഇവർ ആദ്യം തന്നെ മറ്റൊരു വരം മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്ന് ചോദിച്ചു നോക്കിയതാണ്. കിട്ടിയാ കിട്ടി എന്ന രീതിയിൽ ചോദിച്ചതാണ്. അപ്പോൾ ഇത് തരില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വിഷമമൊക്കെ മുഖത്തിൽ കാണിച്ചു. ഓ, ഇത് തരില്ല അല്ലേ, എന്നാ ഒരു കാര്യം ചെയ്തോളൂ, ഞങ്ങൾക്കൊരു 3 പുരം പണിത് തന്നാൽ മതി. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഏത് 3 പുരം? ഇപ്പോൾ പറഞ്ഞു, ഈ 3 പുരം 3 ലോഹങ്ങളെ കൊണ്ടാണ് നിർമ്മിക്കേണ്ടത്. ഒന്ന് സ്വർണം കൊണ്ട്, ഒന്ന് വെള്ളി കൊണ്ട്, ഒന്ന് ഇരുമ്പ് കൊണ്ട്. ഇങ്ങനെ 3 പുരങ്ങൾ. ഇവ പക്ഷേ ഭൂമി തൊടാൻ പാടില്ല, ആകാശത്ത് തന്നെ, അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കണം, സ്ഥിരം സഞ്ചരിച്ചു കൊണ്ടിരിക്കണം ഭൂമിക്ക് ചുറ്റും. ഭൂമിയിൽ നിലത്തിൽ ഇറങ്ങാൻ പാടില്ല, വളരെ വേഗത്തിലായിരിക്കണം ഇതിൻ്റെ സഞ്ചാരം. ഇവ പരസ്പരം ഒരു നേർരേഖയിൽ വരേണ്ടത് 1000 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമാണ്, അതും ഒരു അല്പം നേരത്തേക്ക് മാത്രം. അങ്ങനെ വരുന്ന സമയത്ത് ഭഗവാൻ പരമശിവൻ ഒരൊറ്റ അസ്ത്രം കൊണ്ട് ഒരുമിച്ച് ഇത് 3നെയും നശിപ്പിച്ചാൽ മാത്രമേ ഇത് നശിപ്പിക്കാൻ പറ്റൂ, അല്ലാതെ ഇത് നശിപ്പിക്കാൻ പാടില്ല എന്ന വരം ബ്രഹ്മാവിൽ നിന്നും ചോദിച്ചു. അപ്പോൾ ഇവർ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഇവരുടെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളുണ്ട്. ഇങ്ങനെ ഒരു വരം കിട്ടിയാൽ അതോടുകൂടി ഇവർ ശിവന്റെ ഭക്തരായി ഭവിക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ട്. അപ്പോൾ ശിവനെ ആരാധിച്ചാൽ ശിവൻ അവരെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ശിവനിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നാശമില്ല എന്ന ഒരു ധാരണ അവർ തമ്മിൽ പരസ്പരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ധാരണയുടെ പുറത്താണ് ഇങ്ങനെ തന്നെ ഒരു വരം ചോദിക്കുന്നത്. കാരണം മഹാദേവൻ തൻ്റെ ഭക്തരെ സംരക്ഷിക്കും, ഭക്തർക്ക് നേരെ തിരിയില്ല എന്നെല്ലാം ഇവർക്കറിയാം. പിന്നെ ശിവന്റെ ശക്തിയും കണ്ടിട്ടുണ്ട്. ശിവനിൽ നിന്നും വന്ന സ്കന്ദനാണല്ലോ അവരുടെ പിതാവിനെ വധിച്ചത്. അപ്പോൾ ശിവന്റെ മഹിമയും അറിയാം. അങ്ങനെ ഇവർ ബ്രഹ്മാവിൽ നിന്നും വരം ചോദിക്കുന്നു. ബ്രഹ്മാവ് തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അസുരശില്പിയായ മയനെ വിളിക്കുന്നു. കാരണം ഇവർ അസുരന്മാരാണ്. അപ്പോൾ അസുരശില്പിയായ മയനെ വിളിച്ചിട്ട് ഈ 3 പുരങ്ങൾ പണിയാൻ നിർദ്ദേശിക്കുന്നു. മയൻ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശത്തെ സ്വീകരിച്ച് വളരെ ഭംഗിയായി തന്നെ 3 പുരങ്ങൾ പണിയുന്നു. സ്വർണത്തിൻ്റെ പുരത്തിൽ താരകാക്ഷനും, ഇരുമ്പിൻ്റെ പുരത്തിൽ വിദ്യുന്മാലിയും, വെള്ളിയുടെ പുരത്തിൽ കമലാക്ഷനും വസിക്കുന്നു. അതിഗംഭീരമായ പുരങ്ങളാണ്. ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിമാനം പോലെയുള്ള പുരങ്ങളാണ്. ഒരിക്കലും നിൽക്കില്ല ഒരു ഭാഗത്ത്, വളരെ വേഗത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഓരോ പുരത്തിലും ഒരു കൽപ്പവൃക്ഷം പണിത് കൊടുത്തിട്ടുണ്ട്. ഈ കൽപ്പവൃക്ഷത്തിന്റെ പ്രത്യേകത, അതിൻ്റെ അടുത്ത് ചെന്ന് എന്തെങ്കിലും സങ്കല്പിച്ചാൽ ആ സങ്കല്പം അത് നടത്തി തരും. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നടത്താനുള്ള സംവിധാനം അതിനകത്ത് തന്നെയുണ്ട്. നല്ല സുന്ദരമായ ഉദ്യാനങ്ങളുണ്ട്, ഗംഭീരമായ കെട്ടിടങ്ങളുണ്ട്. അത് ഏത് ലോഹം കൊണ്ടാണോ ആ പുരം, ആ ലോഹം കൊണ്ട് തന്നെയുള്ള കെട്ടിടങ്ങളാണ് അവിടെ മുഴുവൻ. അപ്പോൾ സ്വർണ്ണപുരത്തിൽ സ്വർണം കൊണ്ടുള്ള കെട്ടിടങ്ങളാണ്. അങ്ങനെ അതിഗംഭീരമായ സൗകര്യങ്ങളോടുകൂടി സുഖലോലുപമായ ഒരു അന്തരീക്ഷം ഈ 3 പുരത്തിലും ഉണ്ടായിരുന്നു. ഈ 3 അസുരന്മാരും അവരവരുടെ പുരത്തിൽ പ്രവേശിച്ചു. പുരം ഇങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവര് ഒരു ധാരണ വെച്ച പ്രകാരം തന്നെ 3 പേരും ശിവനെ ഉപാസിക്കാൻ തുടങ്ങി. ഇവർ ഉള്ളിൽ അസുരത്വമുള്ളവരാണ്, ഒരുപാട് ദുർബുദ്ധിയുള്ളവരാണ്. പക്ഷെ ശിവനെ തങ്ങളുടെ പക്ഷത്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി തങ്ങളുടെ ആസുരികതയെല്ലാം ഉള്ളിൽ ഒതുക്കി മറച്ചു വെച്ചുകൊണ്ട് ശിവഭക്തരായിട്ട് ശിവനെ ഉപാസിക്കാൻ തുടങ്ങി. ഗംഭീരമായ ഉപാസനകളാണ്. ശാസ്ത്രങ്ങളൊക്കെ നോക്കി, കാരണം ശാസ്ത്രമൊന്നും വായിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്ത് ശാസ്ത്രങ്ങളൊക്കെ നോക്കി പണ്ഡിതന്മാരെ വിളിച്ച് എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ് ശിവനെ ഉപാസിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി അതത് രീതിയിൽ യാഗങ്ങളും മറ്റേതും നടത്തി ശിവനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ശിവന്റെ പ്രസാദം അവർക്ക് ലഭിക്കാൻ തുടങ്ങി. നാൾക്ക് നാൾ ആ പുരത്തിന്റെ സൗന്ദര്യവും ശക്തിയും വർദ്ധിക്കാൻ തുടങ്ങി. അവർക്കും ശക്തി വർദ്ധിക്കാൻ തുടങ്ങി. ഇങ്ങനെ 3 പുരത്തിൽ വസിക്കുന്നവരായതുകൊണ്ട് അവരെ ത്രിപുരാസുരൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഒറ്റ പദത്തിലാണ് വിളിക്കുന്നത്. കാരണം 3നെയും ഒരുമിച്ച് നശിപ്പിച്ചാൽ മാത്രമേ അവർക്ക് മരണമുള്ളൂ. അപ്പോൾ 3 പേരെയും കൂടി ത്രിപുരന്മാരെന്നും ത്രിപുരാസുരൻ എന്നും വിളിക്കാൻ തുടങ്ങി. ദേവന്മാർക്ക് ഭയം തോന്നാൻ തുടങ്ങി. കാരണം ഇവരുടെ ശക്തി വർദ്ധിച്ചു വരികയാണ്. ഇവർ അസുരന്മാരാണ്, താരകന്റെ മക്കളാണ്, ഇതൊക്കെ അറിയാം ദേവന്മാർക്ക്. അപ്പോൾ ഉള്ളിൽ ആസുരികതയുണ്ട്. ഇത് എപ്പോഴാ പുറത്തേക്ക് പുറപ്പെട്ടു വരികയെന്നറിയില്ല. ഇതൊരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ദേവന്മാർക്കാണ് ഉപദ്രവം. അപ്പോൾ ദേവന്മാർക്ക് വല്ലാത്ത ഭയം തോന്നി, ഇവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അപ്പോൾ ഇവരെ നശിപ്പിക്കാൻ പറ്റുന്ന സമയം 1000 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ ഈ പുരങ്ങൾ അടുത്തടുത്ത് വരൂ. അങ്ങനെയുള്ള സമയം അടുക്കാറായെന്ന് മനസ്സിലായപ്പോൾ അവർ ശിവന്റെ അടുത്തേക്ക് ചെന്നു. കാരണം ശിവന് മാത്രമല്ലേ ഇത് നശിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ ശിവന്റെ അടുത്ത് ചെന്ന് അവർ വളരെ
വിനയത്തോടു കൂടി ശിവനെ ആരാധിച്ചു, ശിവനെ ഉപാസിച്ചു, ഒരുപാട് സ്തോത്രങ്ങളൊക്കെ ചൊല്ലി ശിവനെ ഒന്ന് സന്തോഷിപ്പിച്ചതിന് ശേഷം തങ്ങളുടെ ആവശ്യം ശിവന്റെ മുമ്പിലേക്ക് വെച്ചു. അപ്പോൾ ഭഗവാൻ മഹാദേവൻ ധ്യാനത്തിലായിരുന്നു. ഇവരുടെ സ്തുതിയെല്ലാം കേട്ടപ്പോൾ പതുക്കെ കണ്ണു തുറന്ന് അവരെ നോക്കി. എന്നിട്ട് അവർ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി. എന്നാലും ഒന്ന് ചോദിച്ചു. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഇവർ 3 പേരും അസുരന്മാരാണ്, അത് വസ്തുതയാണ്. ഇവർ വധിക്കപ്പെടേണ്ടവരുമാണ്. എന്നിരുന്നാലും അവർ എന്നെ ഉപാസിക്കുന്നു. പ്രത്യക്ഷത്തിൽ അവരെന്നെ ആരാധിക്കുന്നു. അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷെ പുറമെ അവരെന്നെ ആരാധിക്കുകയാണ്. എന്നെ ആരാധിക്കുന്നവരെ ഞാൻ വധിക്കുന്നത് ശരിയല്ല, അത് ധർമ്മവിരുദ്ധമാകും. കാരണം എൻ്റെ ഭക്തരെ ഞാൻ സംരക്ഷിക്കുമെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവരെ വധിക്കാൻ പറ്റില്ല. എന്നാൽ ഇവർ വധിക്കപ്പെടേണ്ടവരാണ് താൻ. അപ്പോൾ ഇവരെ ഞാൻ വധിക്കണമെങ്കിൽ എൻ്റെ ആരാധന ഇവർ നിർത്തണം. ഇവരുടെ തനി നിറം കാണിക്കണം. അത് സംഭവിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒരാൾ മാത്രം വിചാരിച്ചാലേ സാധിക്കും. അത് സാക്ഷാത് മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് ചെന്ന് ആ ലക്ഷ്മിപതിയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. പിന്നെ വേണ്ടത് എന്താണ് അത് അദ്ദേഹം ചെയ്തുകൊള്ളും. ഇങ്ങനെ പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. ദേവന്മാർക്ക് സന്തോഷമായി. അവരുടനെ തന്നെ വൈകുണ്ഠത്തിലേക്ക് ചെന്നു. ഒരുപാട് നേരം ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ വിഷ്ണു വളരെ സൂക്ഷ്മഭാവത്തിലാണ് വൈകുണ്ഠത്തിലിരിക്കുക, പെട്ടെന്ന് കാണാൻ പറ്റില്ല. കുറേ നേരം സ്തുതിച്ച് അവർക്ക് വിഷ്ണുവിൻ്റെ ദർശനം ലഭിച്ചു. അപ്പോൾ സാഷ്ടാംഗം വീണ് നമിച്ച് അവർ വന്ന കാര്യങ്ങൾ അവതരിപ്പിച്ചു. വിഷ്ണു എല്ലാം കേട്ടു. എന്നിട്ട് പറഞ്ഞു, ശരിയാണ്, ശിവനിൽ നിന്ന് അവരുടെ മനസ്സിനെ തിരിച്ച് അവരുടെ യഥാർത്ഥ സ്വരൂപത്തെ ആദ്യം പുറത്തേക്ക് കൊണ്ടുവരണം. അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം. നിങ്ങൾ നിങ്ങളുടെ സൗധത്തിലേക്ക് തിരിച്ചു പോയിക്കോളൂ, പേടിക്കേണ്ട. അവരുടെ ആരാധന ഞാൻ മുടക്കിത്തരാം. അങ്ങനെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അയച്ചതിന് ശേഷം വിഷ്ണു കുറച്ചു നേരം ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നിൽ നിന്നും ഒരു മായാപുരുഷനെ സൃഷ്ടിച്ചു. മായാവിയാണല്ലോ ഭഗവാൻ, മായയുടെ പതിയാണ്. അപ്പോൾ തൻ്റെ യോഗമായ കൊണ്ട് ഒരു ദിവ്യപുരുഷനെ സൃഷ്ടിച്ചു. അവന് അരിഹൻ എന്ന പേരും കൊടുത്തു. അങ്ങനെ അരിഹൻ എന്ന പേര് കൊടുത്ത് അവനോട് പറഞ്ഞു, നീ ത്രിപുരത്തിലേക്ക് ചെന്ന് ഈ 3 അസുരന്മാരെയും അവരുടെ ശിവ ആരാധനയിൽ നിന്നും തിരിപ്പിക്കണം. അതിനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. കുറച്ച് കപടമായ ശാസ്ത്രങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതുപയോഗിച്ചുകൊണ്ട് ആ മായാപ്രയോഗം നടത്തി അവരെ നീ അവരുടെ യഥാർത്ഥ സ്വരൂപത്തെ കാണിക്കത്തക്ക രീതിയിലേക്ക് ആക്കി മാറ്റണം. ഇങ്ങനെ പറഞ്ഞു. ഇനി ഇവനെ അയക്കണം അങ്ങോട്ട്. അപ്പോൾ അയക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വിലയുണ്ടാവില്ല. ഈ അസുരന്മാർക്കൊക്കെ നല്ല എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ മാത്രമേ ബഹുമാനം തോന്നൂ. അപ്പോൾ കുറച്ച് ശിഷ്യരും കൂടി ഉണ്ടെങ്കിലേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി 4 ശിഷ്യന്മാരെയും മായ കൊണ്ട് നിർമ്മിച്ച് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം അയച്ചു. അപ്പോൾ ഇദ്ദേഹം ചെല്ലുന്നതിന് മുമ്പ് അവിടെ ഒരു കളം ഒരുക്കണമല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ നാരദനെ വിളിച്ചു. നാരദൻ ഉടനെ തന്നെ വന്നു. പ്രഭു, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഈ 3 അസുരന്മാരും ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ടുണ്ട്. ഇവർ 3 പുരത്തിലാണ് വസിക്കുന്നതെങ്കിലും ഇടയ്ക്കൊരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ആ സ്വർണത്തിലുള്ള പുരത്തിൽ 3 പേരുമുണ്ട്. നീ ഉടനെ അങ്ങോട്ട് ചെന്ന് അവരോട് അരിഹനെ കുറിച്ച് പറയണം. അരിഹൻ ആരാന്നൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞ് അവരെ ഇവരിലേക്ക് ആകർഷിക്കണം. ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. നാരദൻ ഉടനെ തന്നെ ശരിയെന്ന് പറഞ്ഞ് ത്രിപുരത്തിലുള്ള ആ സ്വർണ്ണപുരത്തിലേക്ക് ചെന്നു. അവിടെ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ നാരദൻ എല്ലാ സ്ഥലത്തും പ്രവേശമുണ്ട്. കാരണം അദ്ദേഹത്തെ അസുരന്മാരും സുരന്മാരും എല്ലാം ആദരിക്കുന്നുണ്ട്. ദേവർഷിയാണ്, അതിദിവ്യ പുരുഷനാണ്. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കും. അപ്പോൾ അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അസുരന്മാരൊക്കെ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനം കൊടുത്തു. കാലൊക്കെ ഒന്ന് കഴുകി കൊടുത്തു, കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു. സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തെ നോക്കി. അപ്പോൾ ഇവരുടെ ജ്യേഷ്ഠൻ, അതായത് താരകാക്ഷൻ അദ്ദേഹത്തെ നോക്കിയപ്പോൾ, സാധാരണ ഈ നാരദമുനി എപ്പോഴും നാരായണ 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 എന്നിങ്ങനെ നാമം ജപിച്ചിട്ടാണ് വരും. പക്ഷെ ഇപ്രാവശ്യം ജപമൊന്നുമില്ല, മൗനമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തു പറ്റി, നാരദന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് മുനിയോട് ചോദിക്കും. ആ സമയത്ത് മുനി ചിരിച്ചു പറയും, ഓ അതൊക്കെ ഞാൻ വിട്ടു. അതിഗംഭീരന്മാരായിട്ടുള്ള കുറച്ച് പേരെ ഞാൻ കണ്ടു. അവരുടെ ഒരു ഗുരു ഉണ്ട്. ഓ എന്താ ഗുരുവിൻ്റെ തേജസ്. ആ ഗുരുവുമായിട്ട് സംബന്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വഴികളൊക്കെ തെറ്റാണ്. ശരിയായ വഴി ആ ഗുരു പറയുന്നതാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അത് മനസ്സിലായപ്പോൾ ഞാൻ അത് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ അവരുടെ വഴിക്കാണ് ഞാൻ നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആരായി ഗുരു, ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അരിഹൻ എന്നാണ് പേര്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കാണണമെന്നുണ്ട്, ഒന്ന് പരിചയപ്പെടുത്തി തരുമെന്ന് ഉടനെ 3 അസുരന്മാരും കൂടി ഒരുമിച്ച് പറഞ്ഞു. അപ്പോൾ നാരദര് കണ്ണടച്ച് അവരെ ധ്യാനിക്കുന്ന പോലെയൊക്കെ ഒന്ന് കാണിച്ച് ആ സമയത്ത് ഈ ഗുരു, അതായത് അരിഹനും അദ്ദേഹത്തിൻ്റെ 4 ശിഷ്യന്മാരും അവിടേക്ക് വന്നു. അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ട ഈ സമയത്ത് എല്ലാവർക്കും വളരെ അത്ഭുതമായി. അപ്പോൾ വിഷ്ണുവിൻ്റെ മായാശക്തികളൊക്കെ ഇവർക്ക് വശമാണ്. അപ്പോൾ ആ മായയൊക്കെ ഒന്ന് കാണിച്ച് എല്ലാവരും ഒന്ന് മയക്കി. അത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ കൊണ്ടുവന്ന് നല്ലൊരു സീറ്റിലിരുത്തി
അദ്ദേഹത്തെ നല്ലോണം പൂജിച്ച് ആരാധിച്ച് പറയൂ എന്ന് ചോദിച്ചപ്പോൾ ഈ അരിഹൻ അവർക്ക് ഉപദേശം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ശിഷ്യന്മാരൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. ശിഷ്യന്മാർ രണ്ടുപേര് കാലൊഴിഞ്ഞു കൊടുക്കുന്നുണ്ട്, രണ്ടുപേര് വീശി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് മൊത്തത്തിലൊരു റോയൽ ഫീല് കൊടുത്തുകൊണ്ട് അസുരന്മാരെ മുഴുവൻ ആകർഷിച്ച്, ഈ 3 അസുരന്മാർ സഹോദരങ്ങളും മറ്റുള്ളവരും എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് അദ്ദേഹം തെറ്റായ ഉപദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. എന്തിനാ നിങ്ങൾ ഈ ശിവനെയൊക്കെ ആരാധിക്കുന്നത്? ഇങ്ങനെ ആരാ? അദ്ദേഹത്തിന് ഒരു ദേഹമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ശിവനെ. ദേഹമുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ ഈശ്വരനാണെന്ന് പറയൂ. നിങ്ങൾക്ക് ഇത്രയും കരുത്ത് ഉണ്ട്, ജന്മനാളുണ്ട്. ആ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തെ കീഴടക്കണം. അതല്ലാതെ വെറുതെ നല്ല കുട്ടികൾ ചമഞ്ഞ് ഇങ്ങനെ ശിവനെയും ആരാധിച്ച് പേടിച്ച് നിങ്ങളുടെ ഉള്ളിലിരുപ്പൊക്കെ ഒതുക്കി ഇങ്ങനെ കഴിയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അത് നമ്മൾ ആസ്വദിച്ച് തന്നെ തീർക്കണം. അതല്ലാതെ ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ പേടിച്ചിട്ട് നല്ല കുട്ടി ചമഞ്ഞ് നടന്നാൽ എന്ത് രസമാണ് ജീവിതത്തിനുള്ളത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കപടമായ കാര്യങ്ങൾ, വേദവിരുദ്ധമായ കാര്യങ്ങൾ ആ അരിഹൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ അസുരന്മാർക്ക് വളരെ സന്തോഷമായി. കാരണം അവർ ഉള്ളിൽ വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്. ഇപ്പോൾ ഇതാ നാരദരുടെ ഒരു സർട്ടിഫിക്കറ്റും കൂടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോകത്തിൽ മാന്യമായ ഒരു കാര്യമാണ് പറയപ്പെടുന്നതെന്നും അത് തങ്ങൾക്ക് അനുയോജ്യമാണെന്നും അവർക്ക് തോന്നാൻ തുടങ്ങി. പല അസുരികതയുള്ളവർക്ക് പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ്, അവർ ആഗ്രഹിക്കുന്നത് കേൾക്കാനാണ് അവർക്ക് ഇഷ്ടം. സത്യം ഉപദേശിച്ച് അവരെ ചെവിയിൽ വീഴില്ല. അപ്പോൾ അവർക്ക് ആഗ്രഹമുള്ളത് എവിടെയെങ്കിലും കേട്ടാൽ ഉടനെ തന്നെ അത് സത്യമാണെന്ന് സ്വീകരിച്ചുകൊണ്ട് ശരിയോ തെറ്റോ ഒന്നും ആലോചിക്കാതെ അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ഈ അരിഹൻ പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് നല്ല രസമുള്ള കാര്യമാണ്. കാരണം അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ് പറയുന്നത്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ എന്തുകൊണ്ടും അസുരന്മാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങ് പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രമേണ അദ്ദേഹത്തിൻ്റെ വഴിയിലേക്ക് വന്നു. നാരദമുനി ആ സ്ഥലം വിട്ടുപോയി. ക്രമേണ അരിഹനും പോയി. പക്ഷെ അവർ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ശിവാരാധന ഉപേക്ഷിച്ചു, ലോകസുഖങ്ങളിൽ മുഴുകി ജീവിക്കാൻ തുടങ്ങി, ദേവന്മാരെയൊക്കെ ശല്യം ചെയ്യാൻ തുടങ്ങി, അവരുടെ ആസുരികതയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. പണ്ട് ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിച്ച വരവും ശിവനായിരിക്കും തങ്ങളുടെ പുരത്തെ ദഹിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മറന്നു. അവരിങ്ങനെ സ്വയം അർമാദിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ദേവന്മാരെയൊക്കെ ശല്യം ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് ദേവന്മാരെല്ലാം ഭഗവാൻ പരമശിവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ ഇതാ ഇപ്പം അവർ പാകപ്പെട്ടിട്ടുണ്ട്, അവരുടെ തനി നിറം പുറത്തേക്ക് വന്നിട്ടുണ്ട്, അങ്ങയുടെ ഉപാസനയും അവർ ഉപേക്ഷിച്ചു. മാത്രവുമല്ല ഇപ്പൊ ശിവനിന്ദ പോലും നടത്തുന്നുണ്ട്. ഇപ്പം ഞങ്ങളാണ് ബലവാന്മാർ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന രീതിയിലൊക്കെ ഇപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവരെ വധിക്കാൻ പറ്റിയിട്ടുള്ള സമയമാണ്, അങ്ങ് ഇതിന് തയ്യാറാകണം. അപ്പം ശിവനൊന്ന് മൂളി ചെയ്യാം എന്നർത്ഥത്തിൽ. ഉടനെ തന്നെ ദേവന്മാരെല്ലാം കൂടി ഒരു മീറ്റിംഗ് നടത്തി. ഈ ത്രിപുരങ്ങൾ ഇങ്ങനെ വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നശിപ്പിക്കണമെങ്കിൽ അതിൻ്റെ വേഗതയിൽ അതിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനം വേണം. അപ്പോൾ ഒരു ദിവ്യമായ രഥത്തെ ഉണ്ടാക്കാൻ ദേവന്മാർ തീരുമാനിച്ചു. അവരുടെ ശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു, കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശിവന് തന്നെ പ്രവേശിക്കണമെങ്കിൽ ശിവനെ താങ്ങാൻ പാകത്തിനുള്ള അത്രയും ദിവ്യമായ രഥമായിരിക്കണമെന്ന് പറഞ്ഞ് പ്രപഞ്ചത്തിലെ ശക്തികളെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ഒരു രഥമുണ്ടാക്കി. അതായത് പ്രാപഞ്ചികമായ രഥമാണ്. പ്രപഞ്ചത്തിലെ ഓരോ ശക്തികളും ഈ രഥത്തിൻ്റെ ഓരോ അംഗങ്ങളാണ്. ഒരാൾ ചക്രമായി, ഒരാൾ അതിൻ്റെ ഇരിപ്പിടമായി, ഒരാൾ അതിൻ്റെ മുകളിലുള്ള കൊടയായി, അങ്ങനെ ഓരോരോ ദിവ്യശക്തികളെയും ആ രഥത്തിൻ്റെ ഓരോ ഭാഗമാക്കി അവരുടെ സത്തയെ ആവാഹിച്ചുകൊണ്ട് ഒരു ദിവ്യമായ വളരെ ഗംഭീരമായ ഒരു രഥമുണ്ടാക്കി. വളരെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന രഥമാണ്. ആ രഥം ഉണ്ടാക്കി കഴിഞ്ഞ് ത്രിപുരന്മാരെ ദഹിപ്പിക്കണമല്ലോ. അപ്പോൾ ഒരുമിച്ച് ഒരു അസ്ത്രം കൊണ്ട് വേണം ഇവരെ നശിപ്പിക്കാൻ. അപ്പോൾ അതിന് പാകമുള്ള ഒരു അസ്ത്രം ഉണ്ടാക്കാനായിട്ട് വിശ്വകർമാവിനോട് പറഞ്ഞു. വീണ്ടും അദ്ദേഹം പ്രപഞ്ചത്തെ ആവാഹിച്ചുകൊണ്ട് ആ പ്രപഞ്ച ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അമ്പും ഒരു വില്ലും ഉണ്ടാക്കി. വളരെ ദിവ്യമായ അമ്പാണ്, അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അമ്പും വില്ലും ഭഗവാൻ പരമശിവന് കൊടുത്തു. ഭഗവാൻ അത് സ്വീകരിച്ചു. ഇനി ആ രഥത്തിലേക്ക് കയറി അവരുടെ പിന്നാലെ ചെന്ന് അവരെ വധിക്കുക എന്ന് അപേക്ഷിച്ചു. ആ സമയത്ത് ശിവൻ പറഞ്ഞു, ഇവര് പശുക്കളെ പോലെ, അതായത് മൃഗങ്ങളെ പോലെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ മൃഗതുല്യരായി ജീവിക്കുന്ന ഇവരെ ഞാൻ വധിക്കണമെങ്കിൽ മൃഗങ്ങളുടെ അധിപതിയായ ഭാവം ഞാൻ സ്വീകരിക്കണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ പശുപതി എന്ന് അഭിഷേകം ചെയ്യുക. ദേവന്മാരുടനെ തന്നെ അതിനുവേണ്ട ഏർപ്പാട് ചെയ്തു. ഭഗവാനെ അഭിഷേകം ചെയ്തുകൊണ്ട് പശുക്കളുടെ മുഴുവൻ പതി എന്ന സ്ഥാനം ഭഗവാന് കൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ പശുപതിയായ മഹാദേവൻ, ആ സർവേശ്വരൻ, ആ ദേവാദിദേവൻ, അദ്ദേഹം ആ ദിവ്യമായ പ്രാപഞ്ചികമായ രഥത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് അമ്പും വില്ലും പിടിച്ചുകൊണ്ട് ഈ 3 പുരങ്ങളുടെയും പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങി. വളരെ വേഗത്തിലാണ് 3 പുരങ്ങളും നീങ്ങുന്നത്. അതേ വേഗത്തിൽ സമാസമമായിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങി. ഇവ 3ഉം ഒരേ ലൈനിൽ വരണം, അപ്പോൾ മാത്രമേ അസ്ത്രം അയക്കാൻ പറ്റൂ.
അപ്പോൾ വില്ലിങ്ങനെ പിടിച്ച് അമ്പിനെ ഇങ്ങനെ വലിച്ചു വെച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായി തന്നെ നോക്കി കാത്തിരിക്കുകയാണ്. പക്ഷെ കുറേ നേരം നോക്കിയിട്ടും ഇവർ ഒരുമിച്ച് വരുന്നില്ല. അങ്ങനെ ഒരുമിച്ച് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് മഹാദേവന് വിചാരമുണ്ടായി, താൻ തന്നെയാണ് ഭഗവാൻ വിഘ്നേശ്വരന് ഗണപതിക്ക് അനുഗ്രഹം കൊടുത്തത്. ആദ്യം ഏത് മംഗളകാര്യം ചെയ്യുമ്പോഴും ആദ്യം ആരാധിക്കേണ്ടത് വിഘ്നേശ്വരനെയാണ്. അപ്പോൾ താൻ കൊടുത്ത അനുഗ്രഹത്തെ താൻ തന്നെ സാധുവാക്കണം, ലോകത്തിനൊരു മാതൃക കാട്ടണം. അതിനുള്ള അവസരമാണിതെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഭഗവാൻ ഗണപതിയെ ഉപാസിച്ചു. പിതാവ് പുത്രനെ ഉപാസിക്കുന്നു. എന്നിട്ട് ഗണപതിയുടെ അനുഗ്രഹത്തെ വാങ്ങി വിഘ്നങ്ങളെയെല്ലാം അകറ്റി. അപ്പോൾ ഇത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളൊരു ശ്രേഷ്ഠമായ പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ ആ വിഘ്നേശ്വരന്റെ അനുഗ്രഹത്തെ, ആ ഗണപതിയുടെ അനുഗ്രഹത്തെ വാങ്ങി എല്ലാ വിഘ്നങ്ങളെയും അകറ്റിയിട്ട് വേണം തുടങ്ങാൻ. അതല്ലാതെ നമ്മുടെ ബലം കൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രപഞ്ച ശക്തികൾ നമ്മുടെ കൂടെ നിൽക്കണം എന്ന ഒരു പാഠം വരും തലമുറകൾക്ക് മുഴുവൻ ഉപദേശിച്ചുകൊണ്ട് ഗണപതിയുടെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷം തൻ്റെ അമ്പും വില്ലും വളരെ പെർഫെക്റ്റായി നിർത്തി ആ സമയത്തിന് വേണ്ടി കാത്തുന്നു. ഇപ്പോൾ ഗണപതി പ്രസാദം ലഭിച്ചപ്പോൾ ക്രമേണ ആ 3 പുരങ്ങളും ഒരേ ലൈനിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. വളരെ വേഗതയിൽ സഞ്ചരിക്കുകയാണ്. ശിവന്റെ രഥവും അതേ വേഗതയിൽ പോവുകയാണ്. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരേ ലൈനിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. ക്രമേണ 3 പുരങ്ങളും കുറച്ച് നേരത്തേക്ക് മാത്രമേ അവർ ഒരേറ്റ ലൈനിൽ കാണുള്ളൂ. അങ്ങനെ കാണപ്പെട്ടു. അവർ ഒരേ ലൈനിൽ നിൽക്കുന്നു, അലൈൻ ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കി ആ നിമിഷം തന്നെ തൻ്റെ അസ്ത്രത്തെ അയച്ചു. ആ അസ്ത്രം 3 പുരങ്ങളെയും ഭേദിച്ചുകൊണ്ട് 3നെയും ഭസ്മമാക്കി. ആ ഭസ്മങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞു ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി. അങ്ങനെ ത്രിപുരന്മാരെ, അതായത് അതിലുണ്ടായിരുന്ന എല്ലാ അസുരന്മാരെയും താരകാസുരന്റെ 3 മക്കളെയും ആ പുരങ്ങളെയും ഭഗവാൻ പരമശിവൻ ദഹിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ത്രിപുരാരി എന്ന പേര് കിട്ടി, ത്രിപുരാന്തകൻ എന്ന പേര് കിട്ടി. ഭഗവാനെ എല്ലാവരും ആവോളം സ്തുതിച്ചു. പഞ്ചാക്ഷരി മന്ത്രങ്ങൾ അവിടെയെല്ലാം മുഴകി. ദേവന്മാരൊക്കെ സാഷ്ടാംഗം വീണ് ഭഗവാന്റെ മഹിമയെ വാഴ്ത്തി. ഇതാണ് ത്രിപുര ദഹന കഥ. ഇവിടെ സൂക്ഷ്മമായി നോക്കിയാൽ ഈ 3 പുരങ്ങൾ എന്ന് പറയുന്നത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകളാണ്. ജാഗ്രത് എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ പുറമേയുള്ള ലോകത്തെ നമ്മൾ അനുഭവിക്കുന്നതാണ് ജാഗ്രത അവസ്ഥ, ഉണർന്നിരിക്കുന്ന അവസ്ഥ. എന്നാൽ പുറമേയുള്ള ലോകത്തെ വിട്ടുകൊണ്ട് അകത്തുള്ള ചിന്താലോകത്തെ, ആ മനോമണ്ഡലത്തെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് സ്വപ്നം. അതും ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് നിദ്ര അഥവാ സുഷുപ്തി. ഈ 3 അവസ്ഥകളെയും അനുഭവിക്കുന്ന വ്യക്തിക്ക് 3 വ്യക്തിത്വങ്ങൾ ശാസ്ത്രം കൽപ്പിക്കുന്നു. വാസ്തവത്തിൽ ഒന്നാണ്, എന്നാൽ 3 ആയിട്ട് തോന്നും. വിശ്വൻ ജാഗ്രത അവസ്ഥയെ അനുഭവിക്കുന്നു, അതുപോലെ തൈജസൻ സ്വപ്നാവസ്ഥയെ അനുഭവിക്കുന്നു, പ്രാജ്ഞൻ സുഷുപ്തിയെ അനുഭവിക്കുന്നു. ഈ 3 പേരെയാണ് 3 അസുരന്മാരായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഈ 3 പേരും ഇല്ലാതെയാകണമെങ്കിൽ ആത്മാവ് തന്നിൽ തന്നെ രമിക്കണം. അപ്പൊ ബോധം തന്നിലേക്ക് കേന്ദ്രീകൃതമാകുന്നതാണ് വാസ്തവത്തിൽ ശിവൻ അയക്കുന്ന അസ്ത്രം. ശിവൻ എന്ന് പറയുന്നത് ആത്മതത്വമാണ്. അപ്പോൾ ബോധം തന്നിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന സമയത്ത് ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും ഇല്ലാതെയാകും. പിന്നെയുള്ളത് ശുദ്ധമായ ബോധം മാത്രം, ആത്മാനന്ദം മാത്രം. ഇതാണ് വാസ്തവത്തിൽ ശിവൻ. ശിവൻ എന്ന് പറയുന്നത് ഈ ആത്മാനന്ദമാണ്. അതുകൊണ്ടാണ് ശിവോഹം എന്ന് നമ്മൾ പറയുന്നത്. കാരണം നമ്മുടെ സ്വരൂപം തന്നെ ഈ ആനന്ദമാണ്, ഈ ബോധാനന്ദമാണ്. അതുകൊണ്ട് നമ്മൾ ശിവൻ തന്നെയാണ് വാസ്തവത്തിൽ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മഭാവേന വിളങ്ങുന്ന ഈ ശിവതത്വമാണ് ഇവിടെ ഭഗവാൻ പരമശിവൻ ഇവരെ വധിച്ചു എന്ന രീതിയിൽ കാണിക്കുന്നത്. അത് വേദത്തിൽ വരുന്ന കഥയാണ്. വേദത്തിലുള്ള കഥകളെല്ലാം വാസ്തവത്തിൽ ഇങ്ങനെ തന്നെയാണ്. രസകരമായ ചില കാര്യങ്ങൾ പറയുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായ ചില തത്വങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മളും നമ്മുടെ ത്രിപുരത്തെ ദഹിപ്പിച്ചുകൊണ്ട്, അതായത് അവയെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ ആരെന്ന് മനസ്സിലാക്കണം എന്ന സന്ദേശമാണ് വാസ്തവത്തിൽ ഈ കഥ നൽകുന്നത്. അപ്പോൾ ഭഗവാൻ പരമശിവന്റെയും പാർവതീദേവിയുടെയും ഭഗവാൻ ഗണപതി ഭഗവാന്റെയും സ്കന്ദന്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ട് അവരുടെ മഹിമയെ ഓർത്ത് അവരെയെല്ലാം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ കഥയുടെ തത്വത്തെ നമ്മുടെ ജീവിതത്തിൽ നിത്യം സ്മരിച്ചുകൊണ്ട് സാധന അനുഷ്ഠിക്കാനുള്ള പ്രേരണ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ പരമശിവൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥയെ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഉഷാ ഗുരുവായൂരപ്പ. ഹരി ഓം.